ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൻ്റെ. ഈ ഗെയിം മൊത്തത്തിൽ തീർന്നോന്ന് ചോദിച്ചാൽ ഇതാകെ 18 ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് ഞാൻ 100 നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണത്. അയ്യോ, എടുത്തപ്പോഴേ പോയല്ലോ പ്ലീസ്. അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇതിലാകെ 18 ഉള്ളൂ ലെവലായിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു നമ്മുടെ ഈ ഒരു എന്താ പറയുക ഗെയിം എന്ന് പറയുന്നത്. ഇത് ഓടിക്കുമ്പോൾ നമ്മളീ പറയുന്നതുകൊണ്ടാണ് ഈ പെട്ടെന്ന് വീണു പോകുന്നത് വണ്ടി. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് കയറത്തില്ല. എന്തായാലും ഇതിപ്പോൾ എത്ര കാല് കൊടുത്തെന്ന് പറഞ്ഞാലും വണ്ടി ഇവിടുന്ന് കയറത്തില്ല. കാരണം ഒന്നാമത് ഈ വണ്ടിയൊന്നും വലിക്കത്ത് പോലും ഇല്ല കയറ്റം. നിങ്ങൾ എൻ്റെ ഈ ഒരു ഗെയിം പ്ലേ സ്ഥിരമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പലപ്പോഴും വലിക്കുന്നില്ലായിരുന്നു വണ്ടി പല കയറ്റങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും പല കയറ്റങ്ങളും ഇങ്ങനത്തെ വണ്ടി വലിക്കാറില്ല ഈ ഒരു വണ്ടി. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വലിയ വണ്ടി മാറ്റമുള്ള കാരണം എന്താണെന്ന്. ഈ ഒരു വീഡിയോയിലും പറഞ്ഞേക്കാം ഗൈസ്. വലിയ വണ്ടി മാറ്റമുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒറ്റൊരു കാര്യമാണ്. വണ്ടി വളഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ പിടിച്ചെടുത്ത് കൂടെ ഒന്നും വരത്തില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോണ ഈ വണ്ടിക്ക് എളുപ്പമാണ്. പക്ഷെ അതുപോലല്ല ആ വണ്ടി പിടിച്ചാൽ ഇങ്ങ് പോരും. എന്ന് വെച്ചാൽ നമ്മൾ വളയ്ക്കുന്നിടത്ത് ഒന്നും അല്ല ആ വണ്ടി പോകുന്നത്. അതാണ് ഞാൻ അത് എടുക്കാഞ്ഞത്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം പ്ലേ ഇതിൻ്റെ. നമ്മൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ അയ്യോ പോവല്ലേ ഇതിൽ കയറിപ്പോവോ? ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ തന്നെ കയറിപ്പോകുന്നുണ്ട്. പിന്നെ എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, എനിക്ക് ചെറിയൊരു പനി ആയതിനാലാണേ. വണ്ടി ഇടിക്കാതെ വേണം നമുക്ക് എടുക്കാൻ. അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു ടാസ്ക്. പക്ഷേ ഈ വണ്ടി ആയതുകൊണ്ട് ഇവിടൊക്കെ ഇങ്ങനെ പോവേ. മറ്റേ വണ്ടി കയറ്റം വലിക്കത്തേ ഇല്ല എൻ്റെ പൊന്നോ, അതുകൊണ്ട് എരയുവാ. ഈ വണ്ടി പിന്നെ ഒന്ന് കയറിയൊക്കെ പോവും. ഈ വണ്ടി നിർത്തിയിട്ടാണെങ്കിലും ഒന്ന് ബ്രേക്ക് ചവിട്ടി കയറിപ്പോവേ. ആ വണ്ടി അങ്ങനെയല്ല. ആ വലിയ വണ്ടീൻ്റെ വിഷയം എന്നാന്ന് വെച്ചിട്ടുണ്ടെ, എത്ര കാല് കൊടുത്തെന്ന് പറഞ്ഞാലും അതിനൊരു പുള്ളിങ്ങും ഇല്ല. അത് ചില കയറ്റത്തൊക്കെ ബാക്കിലോട്ട് പോരും. എനിക്കത് നമ്മൾ എത്ര ചവിട്ടിയാലും വണ്ടി പോരത്തില്ല. ചുമ്മാതുകൊണ്ട് അത് ഭയങ്കര മടിപ്പാണ് ആ വണ്ടി. പോയി. വീണ്ടും നമ്മൾ ഇവിടെ തന്നെ ഓടിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ് ഗൈസ്, ഈ ഒരു ഇതിൽ മൊത്തം നമ്മുടെ വീണു പോവാണ് നമ്മുടെ വണ്ടി. പിന്നെ ഈ വണ്ടി ഇതുപോലത്തെ ചെറിയ ഇടത്തൂടൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്. എളുപ്പമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര എളുപ്പമാണ്, കണ്ടില്ലേ, ചുമ്മാ കയറിപ്പോരും. അതുപോലെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ വണ്ടി ചില സ്ഥലത്തൊക്കെ ഡ്രിഫ്റ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഡാഷ് ക്യാം ഇട്ടാണ് ഇപ്പോൾ ഈ പോകുന്നത്. വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഒരുമാതിരിപ്പെട്ടടമൊക്കെ കാണാൻ പറ്റും ഈ ഡാഷ് ക്യാം ഇട്ടാലും. പക്ഷെ ചിലയിടത്തൊക്കെ ഇങ്ങനെ തോന്നലല്ലെന്ന് തോന്നുന്നു, ഒരുപാട് കയറിയെന്ന് തോന്നുന്നു. അത് ഒരുപാട് കയറി കേട്ടോ വണ്ടി. നമുക്ക് റിവേഴ്സ് എടുക്കാം. ഓക്കെ, പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയ ഏറ്റവും വലിയ കുറവ് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടി പലപ്പോഴും ഇതിൻ്റെ നടുക്കൊരു വീലുണ്ട്. അത് ചുമ്മാ കിടന്ന് കറങ്ങും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ചുമ്മാ കിടന്ന് കറങ്ങും ആ വീല്. ആ വീല് റോഡുമായിട്ട് ടച്ച് ആയില്ലെങ്കിൽ ഈ ഗെയിമിൽ ഈ വണ്ടി കയറി പോകത്തില്ല. ഈ ഗെയിമിൽ അത്യാവശ്യം എന്താ പറയുക, റിയാലിറ്റി ഇങ്ങനെ എന്താ പറയുക, ഒറിജിനൽ വണ്ടീൻ്റെ ആ ഒരു ഇതാണ്. ഈ നടുക്കൊരു വീലുണ്ട്. ആ വീല് നിലത്ത് മുട്ടിയില്ലെങ്കിൽ കയറി പോത്തേ ഇല്ല. ആ ഒരു വീല് ഇപ്പോൾ കിടന്ന് ഒരു മണ്ണി കറങ്ങുവാണേ അവിടെയും കയറി പോകത്തില്ല. അപ്പം എന്താ പറയുക, ഒരു എന്താ പറയുക, ഒറിജിനൽ ട്രക്കിൻ്റെ ഒരു ഫീല് കിട്ടും. അങ്ങനെ ഈ ലെവൽ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അവൻ അടുത്ത ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒറിജിനൽ ഒരു ട്രക്കിൻ്റെ ഫീലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇത് കണ്ടില്ലേ ഗൈസ്, ഇതിൻ്റെ സ്റ്റീറിംഗ് ഒക്കെ ആണെങ്കിലും സീറ്റാണെങ്കിലും എല്ലാം ഒരു പൊളിയാണ്. എൻ്റെ ഗിയറൊക്കെ കണ്ടില്ലേ, ഒരു കുപ്പീൻ്റെ അടപ്പൊക്കെ തിരിച്ചു വെച്ച പോലെ കൊള്ളാം. പക്ഷേ ഇത്രയൊക്കെ കൊണ്ടുവന്നല്ലോ ഈ ഒരു ഗെയിമിൽ. ഓക്കെ, നമുക്ക് ഈ ഒരു ലെവലും അത്യാവശ്യം വലിയ പാടില്ലാതെ തീർക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ലെവലിൽ ഉള്ളിലിട്ട് മാത്രം ഓടിച്ചാലോ, എന്തു പറയുന്നു ഗൈസ്? ഒരു വാശിക്ക് വാശി അങ്ങനെ ഒരു നോക്കിയാലോ, അങ്ങനെ ഒന്ന് ഗൈസ്. വേറെ എങ്ങനെയുമല്ല,
നമ്മൾ ഡാഷ് ക്യാം ഇട്ട് വണ്ടി ഓടിക്കും, അത്രമാത്രം. എത്ര ആവശ്യം വന്നാലും വെളിയിലത്തെ ഒന്നും ക്യാമറ ഇടുന്നില്ല. ഓക്കെ, ഇതൊരു ചലഞ്ചായിട്ട് തന്നെ നമുക്കിതെടുത്തേക്കാം. ഇവിടൊന്നും വലിയ വിഷയമില്ല കേട്ടോ വളച്ചെടുക്കാൻ. വണ്ടി എന്താണ് കയറാത്തത്? കയറടാ. എടാ അവിടെ എന്ത് തട്ടുന്നുണ്ടെന്ന്. മേളിലായിട്ടൊരു വണ്ടി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാവോ? കണ്ടോ? നമ്മൾ ചിലപ്പോൾ അതിലൊക്കെ ആയിരിക്കും നമുക്ക് പോകേണ്ടത്. അത് നിങ്ങൾക്ക് കാണുന്നില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ എന്തായാലും അത് കാണിക്കുന്ന രീതിക്കൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ചിഹ്നം ഇടാം അവിടെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കയറി പോവാം. നമ്മൾ കണ്ട ആ വണ്ടിയാണോ ഈ സൈഡിൽ കിടക്കുന്നത്? അല്ലെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ചിലപ്പോൾ ഈ ഒരു ചലഞ്ച് ഇവിടെ ഒന്ന് നിർത്തേണ്ടി വരും. വേറെ ഒന്നുകൊണ്ടുമല്ല, മെയിനായിട്ടുള്ള കാര്യം ഇത് ഇച്ചിരി എത്രയാണ് വളയ്ക്കേണ്ടതെന്ന് അറിയുന്നില്ല. കുറച്ചൊന്ന് റിവേഴ്സ് എടുക്കാം. ഓക്കെ, കുറച്ചുകൂടി എടുക്കാം. ഗൈസ്, ചലഞ്ച് വിടേണ്ട വരുമോ? ഇല്ല ഗൈസ്, ഞാൻ ചലഞ്ച് വിടില്ല. ആ പോസ്റ്റിൽ കൊള്ളാതെ നോക്കണം, ഈ വണ്ടിയിലും കൊള്ളാതെ നോക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ വണ്ടി കൊണ്ടാലാണ് വിഷയം. വലിയ വിഷയമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ എടുത്ത് പോരാൻ പറ്റി. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ചലഞ്ച് വിടത്തില്ല. ചിലപ്പോൾ ഇവിടെ ഒന്ന് വിടേണ്ടതായിട്ട് വരും ഗൈസ് ചലഞ്ച്. ഇല്ല ഗൈസ്, ഞാൻ വിടില്ല ഗൈസ്. ചലഞ്ച് ഞാൻ വിടത്തില്ല. ഞാൻ പറഞ്ഞ വാക്കാണ് ഗൈസ്. ഞാൻ ചലഞ്ച് വിടുന്നില്ല. നമ്മൾ പോയിക്കൊണ്ട് തന്നെ ഇരിക്കും, നമ്മൾ നിർത്താതെ. അത്യാവശ്യം നല്ലൊരു കയറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ വലിയ കയറ്റം അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കാണാം കേട്ടോ ഈ കയറ്റമൊക്കെ. പിന്നെ കാണാൻ പറ്റാത്ത പോലത്തെ കയറ്റം വരും. എൻ്റെ പൊന്നടവേ പെട്ടു. അങ്ങനത്തെ കയറ്റം വന്നാൽ പെട്ടു. കാരണം എത്ര വണ്ടി വലിച്ചാലും നിർത്തിയിട്ട് അത്രയും വലിയ കയറ്റമാണ് ഈ വണ്ടിയും. ആ വലിയ വണ്ടി കയറത്തേ ഇല്ല. ഇത് പിന്നെ എങ്ങനെയും കയറ്റാം. എനിക്കറിയാത്ത ഈ ലോഡൊക്കെ എന്തിനാണ് എപ്പോഴും ഇങ്ങനത്തെ ഓഫ് റോഡ് വഴി കൂടെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാത്തത്. വൈസ് അത്യാവശ്യം നമ്മളെടുത്ത ചലഞ്ച് നമ്മൾ തീർക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചലഞ്ച് എടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പൂർത്തിയാക്കാതൊരു സമാധാനം ഉണ്ടാവുകയില്ല. ഇവിടെ ചിലപ്പോൾ ഇടേണ്ട വരും കേട്ടോ. ഇല്ലില്ല, നമ്മളിടില്ല ഗൈസ്. പാർക്കിൻ്റെ അവിടെ എത്തിക്കാൻ ഇടാമല്ലോ, അത് വിഷയമൊന്നുമില്ലല്ലോ ഗൈസ്. എന്തായാലും നമ്മൾ എന്താ പറയുക, ലെവൽ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എന്തായാലും ഇവിടെ വരെ എത്തി. പിന്നെ ചലഞ്ച് നിർത്തിയാലും വിഷയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലിടാം. വെളിയിലിട്ട് ഗൈസ് എന്തായാലും പാർക്കിൻ്റെ ഇവിടെ എത്തിയോണ്ട് ഒരു കുഴപ്പമില്ല. ഈ ഒരു ലെവൽ തീരാൻ പോകുന്നിടത്ത് എത്തിയോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത്രയും ഓടിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഗൈസ്, വണ്ടി പുറകിലോട്ട് പോരുന്നില്ല എടുത്തിട്ട്. അതാണ് ഈ നിൽക്കുന്ന വണ്ടി. ഞാൻ ശ്രമിക്കുന്നുണ്ട്, വണ്ടി പോരുന്നില്ല. അങ്ങനെ ഈ ഒരു ലെവൽ ഇവിടെ തീർന്നു ഗൈസ്. ഞാൻ അടുത്ത ലെവലെത്തി. അടുത്ത ലെവലിൽ ഞാൻ പിടിക്കുന്നില്ല ചലഞ്ച്. ഈ ലെവലിൽ തന്നെ പലയിടത്ത് വെച്ചും ചലഞ്ച് നിർത്തേണ്ടതായിട്ട് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലെവലിൽ നമ്മൾ ചലഞ്ച് എടുക്കുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു റൂട്ട് അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള റൂട്ടാണ്. പലയിടത്തും വീഴുന്ന പോലത്തെ റൂട്ടാണ്. അതാണ് പെടുന്നത്. ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ബൈക്ക് വീല് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പിടുത്തം കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത്യാവശ്യം നല്ലോണം തന്നെ ബൈക്ക് വീല് കിടന്ന് കറങ്ങുന്നുണ്ട് ചിലയിടത്തെത്തുമ്പം. ഈ ഏറ്റവും ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും പിടുത്തം വന്നാൽ കയറി പോകേണ്ടതാണ്. പക്ഷേ ഈ ഗെയിമിൽ നടുക്കായിട്ട് നിങ്ങൾക്കൊരു വീല് കാണാൻ പറ്റുമായിരിക്കും. ആ വീലും കൂടി മണ്ണിൽ പിടിച്ചാൽ മാത്രമേ ഈ ഒരു ഗെയിമിൽ അത്യാവശ്യം നല്ലോണം കയറി പോകത്തുള്ളൂ. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ഒക്കെ ചെയ്യണം ഗൈസ്. എന്നാലേ എന്നെപ്പോലുള്ള കൊച്ചു എന്താ പറയുക യൂട്യൂബേഴ്സിന് സന്തോഷമാവുക. നിങ്ങളല്ലേ നമുക്കൊരു ഫാമിലി ആവാം ഗൈസ്. ഞാൻ അത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങളതൊക്കെ ഒന്ന് ചെയ്യ് ഗൈസ്. ഓക്കെ, ഇനി മുതൽ നമ്മളെല്ലാം ഒരു ഫാമിലി ആവും. ഓക്കെ അല്ലേ? അയ്യോ എൻ്റെ പൊന്നോ, ഇപ്പോൾ പോയേനെ. നമ്മളീ പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ മെയിൻ കാര്യം ഈ വീഴുന്നത്. ഓക്കെ, അങ്ങനെ ഇവിടെ ആയിട്ടൊരു വണ്ടിയുണ്ട്. അത് വലിയ ടാസ്ക് ഇല്ല കേട്ടോ. ഞാൻ ഒരു ഗെയിമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള വഴിയിലൊക്കെ വണ്ടിയെല്ലാം അത്യാവശ്യം ഒതുക്കി തന്നെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് വലിയ ടാസ്ക് ഇല്ല കയറി പോകാനായിട്ട്.
പിന്നെ ചില വണ്ടിയൊക്കെ ഉള്ളു റോഡിലായിട്ട് ഈ കാറ് പോലുള്ള വണ്ടികളൊക്കെയാണ് കൂടുതൽ റോഡിലിടുന്നത് നടുക്കായിട്ട്. വലിയ വണ്ടിയല്ല, സൈഡിൽ തന്നെയാണ് ഈ ഒരു ഗെയിമിൽ ഒതുക്കി ഇങ്ങനെ ഇട്ടേക്കുന്ന പോലാണ്. ഇപ്പം തന്നെ ആ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ആ ഒരു സൈഡിലായിട്ട് വണ്ടി, ആ ലോറി കിടന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ അത്യാവശ്യം ഒരു എന്താ പറയുക, അത്യാവശ്യം മണ്ണിട്ട് ഇനി ഇതായിട്ടുള്ളതുകൊണ്ട് അതിലെടുക്കാൻ അത്യാവശ്യം നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ടാസ്ക് ഇല്ലാതെ എടുത്തു പോരാൻ പറ്റി. ഇനി ഒന്ന് ഡാഷ് ക്യാം വേട്ടെ. ഇവിടെ അയ്യോ ഇടണ്ടായിരുന്നെന്ന് തോന്നുന്നു. അയ്യോ ഇടിച്ച് ഗായ്സ്. ഇത് അത്യാവശ്യം ഒതുക്കിയല്ലായിരുന്നു, വലിയ കാര്യമൊക്കെ പറഞ്ഞു വന്നതാ. അയ്യോ ഇവിടുന്നും പോയി ഗൈസ്. ആണ് വീണ്ടും ഓടിച്ച് ഇവിടെ വരെ എത്തിയതാണ്. ഇനിയും പോവല്ലോ ഗൈസ്, പോയി കഴിഞ്ഞാൽ ആകെ പണി പാളും. കാരണം ഇത്രയും തന്നെ ഒരു വിധത്തിൽ ഓടിച്ച് വന്നത്, അതിൻ്റെ ഇനിയും പോയി കഴിഞ്ഞാൽ ആകെ പണി പാളും. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു വിധത്തിൽ കയറി പോയി കേട്ടോ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഗിയർ ചേഞ്ചിങ് ഒന്നും സെറ്റിങ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ തന്നെ നോക്കിയാൽ അതൊക്കെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി ഈ ഒരു ഗെയിം അടിപൊളിയായേനെ. പക്ഷെ അതൊന്ന് കൊണ്ടുവരായിരുന്നു, ആ ഒരു ഗിയർ ചേഞ്ചിങ്ങിൻ്റെ ഒക്കെ ഒരിത്. ഞാൻ പറയണേ, നമ്മുടെ ബസ്സിൽമെട്രോ ഇൻഡോനേഷ്യ ഇല്ലേ, അതിനകത്തിലൊക്കെ ഉള്ള പോലത്തെ ചെറിയൊരു ഗിയർ ചേഞ്ചിങ് ആ ഒരു പരിപാടി. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, പക്ഷെ വലിയ സീനില്ല കേട്ടോ. ഗൈസ്, നിങ്ങൾ ഒരു ഗെയിം പറ, അത് നമ്മൾ കളിക്കുന്നതായിരിക്കും. നിങ്ങൾക്കും പറയാമല്ലോ. ഓക്കെ, നിങ്ങൾ പറയുന്ന ഗെയിമും ഞാൻ കളിച്ച് നോക്കുന്നതായിരിക്കും. അയ്യോ ഗൈസ്, പിന്നെ വലിയ വണ്ടി മറിഞ്ഞ പോലല്ല കേട്ടോ ഇത് മറിയത്തില്ല. ഇത് റോഡിൻ്റെ നടുക്ക, ഈ വണ്ടി റോഡിൻ്റെ നടുക്ക. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ലോണം എന്താ പറയുക, ഇതെനിക്ക് കളിച്ചെന്തോ ഒരു പരിചയമായൊരു ഫീലുണ്ട് കേട്ടോ. കാരണം എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലോണം ഓടിക്കാൻ പറ്റുന്നുണ്ട്. വേറൊന്നുമല്ല, നേരത്തെ എൻ്റെ ആദ്യത്തെ ആ ഒരു പാർട്ട് 1 വീഡിയോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഇച്ചിരി എന്താ പറയുക പേടിച്ചായിരുന്നു ഓടിച്ചിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ അത്യാവശ്യം ഈ സിമ്പിളായിട്ട് തന്നെ വണ്ടി എടുത്തു പോകാനായിട്ട് പറ്റുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഓടിച്ചെന്തോ ഒരു എന്താ പറയുക, കുറേ നാളായിട്ട് ഗെയിം കളിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്. എന്താ അറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എന്താ പറയുക പാർട്ടെന്ന് പറയുന്നത്. ഇനി മുതൽ ഈ ഒരു ഗെയിമിൻ്റെ വീഡിയോ കാണത്തില്ല. എന്നാൽ പിന്നെ നമ്മുടെ ഗെയിം വീഡിയോ ഇവിടെ നിർത്തിയാലോ. ഓക്കെ, ബൈ ഗായ്സ്.